നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ദുരന്തത്തിന് കാരണം കോറികളല്ല, ദുരന്തം മനുഷ്യനിർമ്മിതവുമല്ല. പാരിസ്ഥിതിക ലോല പ്രദേശമായ വയനാട്ടിൽ ഇനിയും ഉരുൾപൊട്ടൽ സംഭവിച്ചേക്കാം. ചൂരൽമലയും മുണ്ടക്കയും മനുഷ്യവാസ യോഗ്യവുമല്ല. ഇനിയും പല പ്രദേശങ്ങളുമുണ്ട് ഉരുൾപൊട്ടാൻ കാത്തിരിക്കുന്നു. വയനാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകളുള്ള വയനാട്ടിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകൾ ആരും തന്നെ വരുന്നില്ല. അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്തിയ വയനാട്ടിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ചൂരൽമലയും മുണ്ടക്കയും ഉണ്ടായ വലിയ ദുരന്തത്തിന്റെ ഭാഗമായി വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത് എന്ന് ആദ്യം പറയാം. വയനാട് പുഞ്ചിരിമട്ടത്തു നിന്നും ഉരുൾപൊട്ടി പുന്നപ്പുഴയിലൂടെ ഒഴുകിയെത്തിയത് 50 ലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ്. മണ്ണും പാറകളും വീടിന്റെ അവശിഷ്ടങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മേൽമണ്ണ് മാത്രം 3 ലക്ഷം ടണ്ണാണ് ഒലിച്ചുപോയത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലാണ് ചൂരൽമല ദുരന്തത്തിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. പ്രകൃതിയുടെ കലിതുള്ളലിൽ കാലിടറിപ്പോയവരുടെ കണ്ണീരിനു മേലെ ഇന്ന് അവശേഷിക്കുന്നത് അവശിഷ്ടങ്ങൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ചൂരൽമലയിലെ മണ്ണിന്റെ ഇപ്പോഴത്തെ ഘടന പരിശോധിച്ച് പ്രൊഫസർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പുന്നപ്പുഴയിലൂടെ 7 കിലോമീറ്ററോളമാണ് അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തിയിട്ടുള്ളത്. വയനാട്ടിലുള്ളത് ചുവന്ന പശ്ചിമരാശി മണ്ണായതിനാൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ 107.5 ഹെക്ടർ സ്ഥലം സുരക്ഷിതമല്ല. ഇവിടെ ആളുകളെ താമസിപ്പിക്കരുത്. ഈ മേഖലയ്ക്കൊപ്പം മറ്റിടങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഉരുൾപൊട്ടലിന് ശേഷം പുന്നപ്പുഴയുടെ ഒഴുക്കിന്റെ രീതി വരെ മാറിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കൂടുതൽ വീതിയിൽ ഒഴുകുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ പരിശോധിച്ച് പുഴയുടെ വശങ്ങൾ ഇടിയാതിരിക്കാൻ മുളയോ പാറക്കല്ലുകളോ നിരത്തി സുരക്ഷിതമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചൂരൽമല അങ്ങാടിയും സ്കൂൾ റോഡും പുഴയുടെ പഴയ കൈവഴിയായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒഴിച്ചിടുന്നതാണ് ഉത്തമം. വീട് പണിയുന്നതിന് സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ടിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പടവെട്ടി ഭാഗത്തുള്ളവർക്കായി തകർന്ന റോഡ് പണിയേണ്ടതുണ്ട്. അത് സാധാരണത്തെക്കാൾ ഉയരത്തിലാണ് പണിയേണ്ടത്. ബെയിലി പാലത്തിന് പകരം പുതിയ പാലം ഉയരുമ്പോൾ ഉയരത്തിൽ തന്നെ അത് ഉണ്ടാക്കണം. ചൂരൽമല അങ്ങാടിയിലെ കെട്ടിടങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയും വേണം. പുതിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ടെങ്കിൽ ഉയർത്തി പണിയണമെന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തിന്റെ 1 കിലോമീറ്റർ വിസ്തീർണത്തിൽ കോറികളോ ചെക്ക് ഡാമുകളോ ഇല്ല. അതിനാൽ ഇവയൊന്നും ദുരന്തത്തിന് കാരണമാകില്ല എന്നും പറയുന്നുണ്ട്. ഈ പ്രദേശം 36 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ അവിടെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഭൂപ്രകൃതിയുടെ കിടപ്പ് എന്നത്. 2 ദിവസത്തിനുള്ളിൽ ഇവിടെ ലഭിച്ചത് 572.8 മില്ലിമീറ്റർ മഴയാണ്. ദുരന്തമുണ്ടായ ജൂലൈ 30 2 മണിക്കൂറിൽ 50 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഉരുൾപൊട്ടലിന് പിന്നിലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മഴയാണ് കാരണമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പ്രദേശത്ത് സൂക്ഷ്മ പ്രാദേശിക സർവേ നടത്തേണ്ടത് അനിവാര്യമാണെന്നും വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. കേരളത്തിലെ വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ 2024 ജൂലൈ 30 മഴയുടെ രൂപത്തിൽ ദുരന്തം പെയ്തിറങ്ങിയത്. അസാധാരണമായ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പലർക്കും അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ തോന്നലിനെ തുടർന്ന് പലരും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു. പക്ഷേ തോരാതെ പെയ്ത മഴ ഉരുളിനെ വിളിച്ചുണർത്തുകയാണ് ചെയ്തിരുന്നത്. ആ ദിവസം നമ്മൾ മലയാളികൾക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് പിന്നീട് മാറുകയായിരുന്നു. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമറ്റം എന്നീ സ്ഥലങ്ങളൊക്കെ രാത്രി വൈകിയതോടെ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായി. ഭയന്ന് വിറച്ച് നിലവിളിച്ചോടിയ മനുഷ്യർ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ പൊട്ടലോടെ ഇരച്ചെത്തിയ മലവെള്ളം നാടിനെയും കാടിനെയും പുഴയെയും ഒന്നാക്കി. അപ്പോഴാണ് മൂന്നാമത്തെ പൊട്ടൽ. ചൂരൽമലയും മുണ്ടക്കയും ഭൂമിയിലില്ലാത്ത അല്ലെങ്കിൽ ഭൂപടത്തിലില്ലാത്ത പ്രദേശങ്ങളായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളെല്ലാവരും അത് കണ്ട് അനുഭവിച്ച് വന്നവരാണ്. ഈ ദുരന്തത്തിൽ 400-ലധികം പേരാണ് മരിച്ചുപോയത്. കനത്ത മഴയിൽ കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു വീഴാൻ കാരണവുമായി. അതിന്റെ ഫലമായി ചെളിയും വെള്ളവും പാറക്കല്ലും പ്രദേശത്തേക്ക് പതിക്കുകയായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറുകയായിരുന്നു വയനാട്ടിലെ ഈ ദുരന്തം. കുറഞ്ഞത് 417, അതായത് 227 മൃതദേഹങ്ങളും 190 ശരീരഭാഗങ്ങളും അടക്കം മൊത്തം 417 മരണങ്ങളാണ് ഇവിടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 273-ലധികം പരിക്ക് പറ്റിയവരും 150-ലധികം പേരെ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വയനാട് ഉരുൾപൊട്ടൽ എന്നും കേരളത്തിന്റെ കണ്ണീരോർമ്മയാകുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം പുത്തുമലയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ പുത്തുമല വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായതാണ്. അതേ പുത്തുമലയിൽ വെച്ചിട്ടാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സർവ്വമത പ്രാർത്ഥനയോടെ മണ്ണൊരുക്കിയത്. ഇന്ത്യ കണ്ട മഹാദുരന്തമായി വയനാട് പരിണമിക്കാൻ 2 ദിവസത്തെ മഴ പെയ്തതോടുകൂടി സംഭവിച്ചു എന്നതാണ് സത്യം. കാലാവസ്ഥാ പഠനങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യർ
മനുഷ്യർ അതൊന്നും കേൾക്കാതെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പോലും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വയനാട് നമ്മുടെ സാധാരണ നാട് പോലെയല്ല, അതിന് ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായ മൈസൂർ പീഠഭൂമിയുടെ തുടർച്ചയാണ് വയനാട്. പശ്ചിമഘട്ടത്തിൽ 700 മുതൽ 2100 മീറ്റർ വരെ ഉയരത്തിലാണ് വയനാട് സ്ഥിതി ചെയ്യുന്നത്. വയനാട് പരിസ്ഥിതി ലോല പ്രദേശമായി, അതായത് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ പരക്കെ അംഗീകരിക്കപ്പെട്ടതുമാണ്. സമ്പന്നമായ ജൈവ വൈവിധ്യവും അതുല്യമായ ആവാസ വ്യവസ്ഥയും നിർണായകമായ ജലസ്രോതസ്സുകൾ എന്നിവയെല്ലാം ഈ പ്രദേശത്തിന് മാത്രം പ്രത്യേകതകളാണ്. നമുക്കറിയാലോ വയനാട് എത്ര സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നത്. ഈ പ്രദേശം സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും വൈവിധ്യമാർന്ന ആവാസ കേന്ദ്രം കൂടിയാണ്. ഇവിടങ്ങളിലെ വനത്തിൽ തദ്ദേശീയവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ നിരവധി ജീവജാലങ്ങളെ നമുക്ക് കാണാനാകും. ഈ പ്രദേശത്ത് ഉഷ്ണമേഖലാ മഴക്കാടുകൾ മുതൽ ഇലപൊഴിയും വനങ്ങൾ വരെയുണ്ട് എന്നാണ് കണക്ക്. അവ ഓരോന്നും സവിശേഷമായ ജീവജാലങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. മാനുഷിക പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക മാറ്റങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. ഇതുപോലെ തന്നെ ചില സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടായിട്ടുമുണ്ട്. വയനാട് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ലോകത്തിലെ തന്നെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് വയനാട്. ഉയർന്ന തോതിലുള്ള സ്പീഷ്യസ് എൻഡമിസം കൊണ്ടാണ് വയനാട് ഈ പദവിയിലേക്ക് ഉയർന്നു വന്നത്. വയനാട്ടിൽ കാണപ്പെടുന്ന പല ഇനം സസ്യങ്ങളും സസ്തനികളും പക്ഷികളും ജന്തുവർഗ്ഗങ്ങളും ഉഭയജീവികളും പ്രാണികളും ഒന്നും മറ്റെവിടെ നമുക്ക് കണ്ടെത്താൻ പോലും കഴിയില്ല. അത്രയ്ക്കും ജൈവ വൈവിധ്യ സമ്പത്തുള്ള ഒരു ഭൂമി കൂടിയാണ് വയനാട്. ആ ഭൂമിയിലാണ് ദുരന്തം പെയ്തത്. അതോടുകൂടി പലതും അവിടെ നിന്ന് ഇല്ലാതെയായി. കാലാവസ്ഥയിലുണ്ടായ അസാധാരണമായ മാറ്റങ്ങൾ കേരളത്തെ നിരന്തരമായി ഭീതിയുടെ നിഴലിൽ നിർത്തുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് വയനാട് ദുരന്തം. പുത്തുമല, കൂട്ടിക്കൽ, കവളപ്പാറ, പെട്ടിമുടി, കൊക്കയാർ തുടങ്ങി മുണ്ടക്കൈ വരെ നീളുന്ന ഉരുൾപൊട്ടലുകൾക്കും തുടർന്നുള്ള അതിദാരുണമായ സംഭവങ്ങൾക്കും കേരളം വീണ്ടും സാക്ഷിയാകുകയാണ്. ഓരോ പ്രകൃതി ദുരന്തത്തിന് ശേഷവും നാം ഒരുക്കുന്ന കരുതൽ അല്പകാലത്തേക്ക് മാത്രമുള്ള പ്രവർത്തനങ്ങളാണെന്ന് നമ്മൾ വീണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക പോലുള്ളൂ. മനുഷ്യർ വളരെയധികം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വലിയ പ്രദേശം ഒരു ദുരന്തത്തിന്റെ ബാക്കി പത്രമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നമ്മുടെ കണ്ണ് നിറഞ്ഞതാണ്. കല്ലും മണ്ണും ചെളിയും മാത്രമായി പോയി അത്. ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നിലവിലെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ്. ഗ്രാമങ്ങളിൽ ചെളി കലർന്ന പുഴയായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ജീവനുള്ളതും ഇല്ലാത്തതുമായ മനുഷ്യർക്കൊപ്പം മണ്ണും പാറയും ചേർന്ന് കുത്തിയൊഴുകുന്ന പുഴ. ഒരു രാത്രി ഇരുട്ടി വെളുപ്പിച്ചപ്പോഴേക്കും 2 വലിയ ഗ്രാമങ്ങളുടെ അവസ്ഥയായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. അത് വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് നമ്മളെ സംബന്ധിച്ച്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയും മുണ്ടക്കൈയും മാറുകയായിരുന്നു. വയനാട്ടിലാണ് ഉരുള് പൊട്ടിയതെങ്കിൽ കിലോമീറ്ററുകൾ അകലെ ചാലിയാർ പുഴയിലൂടെ മൃതദേഹ അവശിഷ്ടങ്ങളും ഒഴുകി വരുന്നതാണ് നിലമ്പൂർ പോത്തുകല്ല് നിവാസികൾ രാവിലെ ഞെട്ടലോടെ കണ്ടത്. താങ്ങാനാകാത്ത മഴയെത്തുമ്പോൾ കേരളത്തിൽ പല പ്രദേശത്തും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒരു പതിവ് കാഴ്ചയാണിപ്പോൾ. ജനങ്ങൾ ഭയത്തിൻ്റെയും ആശങ്കയുടെയും മുൾമുനയിലായിരിക്കുകയാണിപ്പോൾ. മലയടിവാരത്തെ മനുഷ്യജീവനുകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് എന്ന ചോദ്യമാണ് നമ്മളെ ഓരോ ദുരന്തത്തിന് ശേഷവും ചോദിക്കുന്നത്. ഉത്തരം കണ്ടെത്താൻ 2024 നമുക്കാകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. 2019 ഓഗസ്റ്റ് 8 വയനാടിനെ പിടിച്ചുകുലുക്കിയ പുത്തുമല ദുരന്തം ഉണ്ടായത്. 17 ജീവനെടുത്ത ആ ഉരുൾപൊട്ടൽ നടന്നിട്ട് 5 വർഷം തികയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് തൊട്ടടുത്തുള്ള മേപ്പാടിയിൽ അടുത്ത ദുരന്തം സംഭവിച്ചത്. അത് വലിയ ആഘാതം തന്നെയാണ് കേരള ജനതയ്ക്കും ലോക ജനതയ്ക്കും തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ വയനാട് അതിജീവനത്തിന്റെ പാതയിലാണ്. മനുഷ്യർ എന്ന ഒറ്റ വികാരത്തിലേക്ക് ലോകം ചുരുങ്ങിയ നാളുകളുടെ നേർസാക്ഷ്യമായിരുന്നു വയനാട്ടിലെ ദുരന്തം. വയനാട്ടിലേക്ക് നിരവധി രക്ഷാപ്രവർത്തകരെത്തി. വസ്ത്രവും ഭക്ഷണവും മറ്റാവശ്യ സാധനങ്ങളുമായി സന്നദ്ധ പ്രവർത്തകർ ദുരിതാശ്വാസ ക്യാമ്പിൽ തമ്പടിച്ചു. കൈകോർത്ത് അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതുണ്ട്. എല്ലാവരും വയനാടിനോടൊപ്പം നിന്നപ്പോൾ ശരിക്കും വയനാട് ഒറ്റപ്പെടുകയാണ് ചെയ്തത് എന്നതാണ് മറ്റൊരു കാര്യം. എന്തിനും ഏതിനും വയനാട്ടിലേക്കൊന്ന് പോയാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരുന്ന പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ പോലും വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരവസ്ഥ വയനാട്ടുകാർക്ക് ഇപ്പോൾ ഉണ്ട്. ഇന്ന് ദുരന്ത ഭൂമിയായി മാത്രമാണ് വയനാടിനെ കാണുന്നത് പോലും. ഇത് വയനാട്ടിലെ ടൂറിസ്റ്റ് മേഖലയെ വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എടക്കൽ ഗുഹയിലും കുറുവ ദ്വീപിലൊന്നും ഇന്ന് വിനോദസഞ്ചാരികളില്ല. വയനാട് ജില്ലയിൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന കേന്ദ്രങ്ങളിലൊന്ന് പൂക്കോട് തടാകമാണ്. ഓണാവധിയിലും തടാകത്തിൽ തിരക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. കഴിഞ്ഞ സീസണിൽ ഒരു ദിവസം 4000 മുതൽ 5000 വരെ ആളുകൾ ബോട്ടിങ്ങിനെത്തിയ പൂക്കോട് ഈ സീസണിൽ എത്തിയത് 1500 മുതൽ 1600 വരെ ആളുകളാണെന്നാണ് കണക്ക്. ഓണത്തിനോടനുബന്ധിച്ച് ഒരു ദിവസം 2000 ആളുകൾ എത്തിയത്. ബോട്ടുകളിൽ കയറാൻ ആളുകൾ ക്യൂ നിന്നെടുത്ത് ബോട്ടുകൾ ആളെ കാത്തു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥിതി മാറിയില്ലെങ്കിൽ പട്ടിണിയാവുമെന്ന് പൂക്കോട് തടാകത്തിനകത്തും പുറത്തും കച്ചവടം ചെയ്ത് ജീവിക്കുന്നവർ പറയുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകളും ഒരുപാട് വന്നിട്ടുണ്ട്. അതേസമയം ഗവൺമെന്റ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. വയനാട് ജില്ലയിലെ വനം വകുപ്പിന്റെ കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പുനരാരംഭിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതായി വനം മന്ത്രി MK ശശീന്ദ്രൻ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. കുറുവാദ്വീപിൽ കാട്ടാനയെ തുരത്തി ഓടിച്ചുണ്ടായ ആക്രമണത്തിൽ വനം വകുപ്പ് വാച്ചർ മരിക്കാനിടയായ
സംഭവത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടാണ് ടൂറിസം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരുന്നത്. സർക്കാരിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്ന് ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. സന്ദർശകരുടെ എണ്ണം വെട്ടിച്ചുരുക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം പരിശോധിച്ച് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു ദുരന്തത്തെയാണ് വയനാട് നേരിട്ടത്. അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ വയനാടിനെ കൈപ്പിടിക്കേണ്ടതുണ്ട്, വയനാട് അതിജീവിക്കേണ്ടതുണ്ട്. വയനാടിന്റെ ഒരു പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ടൂറിസമാണ്. അപ്പോൾ അവിടേക്ക് എത്തുക എന്നത്, അവിടെ എത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു കർത്തവ്യം കൂടിയാണ്. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും വരാം. നന്ദി.